So our next topic is the hydrogen. In this video, we will go through the different properties, preparation, and the reactions of hydrogen. Reactions of hydrogen. So first of all, what is the position of hydrogen in the periodic table? Position of hydrogen in periodic table. നമുക്കറിയാം ഹൈഡ്രജൻ സെപ്പറേറ്റ് ആയിട്ടാണ് പീരിയോഡിക് ടേബിളിൽ ഇരിക്കുന്നത് അല്ലേ? നമ്മൾ നോക്കുമ്പോൾ ആൽക്കലി മെറ്റൽസിന്റെ മുകളിലാണ് ഹൈഡ്രജന്റെ പൊസിഷൻ, ഹൈഡ്രജനെ കാണിച്ചിരിക്കുന്നതെങ്കിലും ആൽക്കലി മെറ്റൽസിൽ നമ്മൾ ഹൈഡ്രജനെ കൺസിഡർ ചെയ്യാറില്ല, ഹൈഡ്രജനെ പറയത്തില്ല. അപ്പൊ ഹൈഡ്രജന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, സെപ്പറേറ്റ് ആയിട്ട് ഹൈഡ്രജനെ കാണിക്കാൻ കാരണം ഹൈഡ്രജൻ എന്താണ് ആൽക്കലി മെറ്റൽസിനോടും ഹാലജൻസിനോടും ഈക്വലി റിസംബിൾ ചെയ്യുന്നുണ്ട്. ഈക്വലി അവരെന്താണ് റിലേറ്റഡ് ആണ്, സിമിലാരിറ്റീസ് ഉണ്ട്. ആൽക്കലി മെറ്റൽസുമായിട്ട് ഹൈഡ്രജന് കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഹാലജൻസുമായിട്ട് ഹാലജൻസുമായിട്ടും ഹൈഡ്രജന് സിമിലാരിറ്റി ഉണ്ട്. അപ്പം ആൽക്കലി മെറ്റൽ എന്നും പറയത്തില്ല, ഹാലജൻ എന്നും പറയത്തില്ല. ഇത് രണ്ടിന്റെയും പ്രോപ്പർട്ടീസ് ഈക്വലി ആര് കാണിക്കുന്നുണ്ട്? ഹൈഡ്രജൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൈഡ്രജന്റെ പൊസിഷൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പീരിയോഡിക് ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. Now, what are the resemblance of hydrogen with alkali metals? Alkali metals ആയിട്ടുള്ള ഹൈഡ്രജന്റെ സിമിലാരിറ്റീസ് എന്താണ്? ഫസ്റ്റ് സിമിലാരിറ്റി എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസിന്റെ നോക്കി ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്, അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് 1 ആണ് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ, ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s1. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആൽക്കലി മെറ്റൽസിലും സെയിം കേസ് ആണ്. ആൽക്കലി മെറ്റൽസിന്റെയും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ns1 ആണ്. There is only one electron in the outermost shell of alkali metals. Okay, അതുകൊണ്ട് തന്നെ they easily lose the electron. outermost shell ഒരു ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൽക്കലി മെറ്റൽസിന് ആ ലാസ്റ്റ് ഇലക്ട്രോണിനെ, ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോണിനെ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജന്റെ കേസിലും അതുപോലെ തന്നെയാണ്. ഒരു ഇലക്ട്രോണെ ഉള്ളത് കൊണ്ട് ഈ ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി അവർക്ക് കൊടുക്കാൻ പറ്റും. They have the tendency to lose their outermost electron. So both hydrogen and alkali metals are electropositive in nature. ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് ബോത്ത് ആൽക്കലി മെറ്റൽ ആൻഡ് ഹൈഡ്രജൻ ദേ ആർ ഇലക്ട്രോപോസിറ്റീവ് ആണ്. ദെൻ ഇവരെന്ത് ചെയ്യുന്നു? ആൽക്കലി മെറ്റൽസുമായിട്ടുള്ള ഹൈഡ്രജന്റെ ഒരു സിമിലാരിറ്റി ആണ്, ഹൈഡ്രജൻ ഫോം ഓക്സൈഡ്സ് ആൻഡ് പെറോക്സൈഡ്സ് ജസ്റ്റ് ലൈക്ക് ആൽക്കലി മെറ്റൽസ് ഫോം ഓക്സൈഡ്സ് ആൻഡ് പെറോക്സൈഡ്. ആൽക്കലി മെറ്റൽസ് ഓക്സൈഡ്സും പെറോക്സൈഡ്സും ഫോം ചെയ്യാറുണ്ട്. ആൽക്കലി മെറ്റൽസിന്റെ ഓക്സൈഡുകളാണ്, എക്സാമ്പിൾ ആണ് സോഡിയം, Na2O, K2O എക്സെട്ര. അതുപോലെ തന്നെ പെറോക്സൈഡ് ഫോം ചെയ്യാറുണ്ട്, ദാറ്റ് ഈസ് Na2O2 പെറോക്സൈഡ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൈഡ്രജനും എന്ത് ഫോം ചെയ്യാൻ പറ്റും? ഓക്സൈഡ്സ് ആൻഡ് പെറോക്സൈഡ്. ഹൈഡ്രജന്റെ ഓക്സൈഡ് ആണ് വാട്ടർ, ഹൈഡ്രജന്റെ പെറോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. Then they are good reducing agent due to their high electropositive character. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളത് കൊണ്ട് ഈസിലി ആ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അതായത് they are electropositive in nature. ആൽക്കലി മെറ്റൽസും ഹൈഡ്രജനും ഇലക്ട്രോപോസിറ്റീവ് ആണ് ഇൻ ക്യാരക്ടർ. So they are good reducing agent. ഇവരെന്താണ്? ഗുഡ് reducing agent ആണ്. Both hydrogen and alkali metals are good reducing agent. Now ഹൈഡ്രജന് ഹാലജൻസുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. എന്താണ് ഹാലജനുമായിട്ടുള്ള സിമിലാരിറ്റി? നോക്കിയേ, ലൈക്ക് ഹാലജൻ ഹൈഡ്രജൻ ഹാസ് ദ ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s1 ആണ്. അപ്പൊ ഈ ഹൈഡ്രജൻ എന്ത് ടെൻഡൻസി ഉണ്ട്? ഹാലജൻസിനെ പോലെ തന്നെ ഹൈഡ്രജനും ഒരു ഇലക്ട്രോണിനെ മേടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഗെയിൻ ഇലക്ട്രോൺ, അതായത് സ്റ്റേബിൾ ആകാൻ വേണ്ടി they has tendency to gain electron, thus changes into H- ion. അപ്പം ഒരു ഇലക്ട്രോണിനെ മേടിച്ച് H- ion ആയിട്ട് മാറാനുള്ള ടെൻഡൻസി ഹൈഡ്രജൻ ഉണ്ട്, ജസ്റ്റ് ലൈക്ക് ഹാലജൻസിനെ പോലെ തന്നെ. നൗ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്, അയണൈസേഷൻ എനർജി ഹൈഡ്രജന്റെയും ഹാലജൻസിന്റെയും ഒക്കെ ഏകദേശം സെയിം ഓർഡറിലാണ്. ദെൻ അനദർ സിമിലാരിറ്റി എന്ന് പറയുന്നത്, ഹൈഡ്രജൻ എന്ന് പറയുന്നത് മോളിക്കുലാർ സ്റ്റേറ്റിൽ ഹൈഡ്രജൻ ഈസ് ഗ്യാസ് ആണ്. മോളിക്കുലാർ സ്റ്റേറ്റിൽ ഹൈഡ്രജൻ ഈസ് ഗ്യാസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഡിഫറെന്റ് ഹാലജൻസ് ലൈക്ക് ഫ്ലൂറിൻ, ക്ലോറിൻ ഇതൊക്കെ എന്താണ്? ഗ്യാസസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ആൽക്കലി മെറ്റലുമായിട്ടും ഹാലജൻസുമായിട്ടും രണ്ടുമായിട്ടും ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ സിമിലാരിറ്റീസ് ഉണ്ട്.
അതുകൊണ്ട് ഹൈഡ്രജനെ നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ മാത്രം പറയാൻ പറ്റത്തില്ല. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ് ഹൈഡ്രജന് പീരിയോഡിക് ടേബിളിൽ നമ്മൾ കൊടുക്കുന്നത്. നൗ നെക്സ്റ്റ് ഈസ് ഡൈഹൈഡ്രജന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് പറയുവാണെങ്കിൽ അറിയാം. ഡൈഹൈഡ്രജൻ ഇറ്റ് ഈസ് എ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്. മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്. 70% of the total mass of the universe is hydrogen. ഡൈഹൈഡ്രജന്റെ എമൗണ്ട് എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ 70% ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ എലമെന്റ് ഇൻ സോളാർ അറ്റ്മോസ്ഫിയർ. സോളാർ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ എലമെന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്, ഡൈഹൈഡ്രജൻ ആണ്. നൗ ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന് 3 ഐസോട്ടോപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂറ്റീരിയം ആൻഡ് ട്രീഷ്യം. നൗ വാട്ട് ആർ ഐസോട്ടോപ്സ്? ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോട്ടോപ്സ് മീൻസ് സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെന്റ് മാസ് നമ്പർ. അപ്പൊ പ്രോട്ടിയം, ഡ്യൂറ്റീരിയം ആൻഡ് ട്രീഷ്യം. പ്രോട്ടിയം ഈസ് 1H1, ഡ്യൂറ്റീരിയം ഈസ് 2H1, tritium is 3H1. Atomic number same ആണ് 1. Mass number is different. That is isotope. നമ്മൾ ഈ ഹൈഡ്രജന്റെ ഡിഫറെന്റ് ഐസോട്ടോപ്സ് നോക്കുവാണെങ്കിൽ ഹൈഡ്രജന്റെ ഡിഫറെന്റ് ഐസോട്ടോപ്സിൽ only tritium is radioactive. ട്രീഷ്യം ആണ് റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത്. ട്രീഷ്യം ഈസ് റേഡിയോ ആക്റ്റീവ്. നൗ പ്രോട്ടിയം എന്ന് പറയുന്നത് പ്രോട്ടിയം ഓർഡിനറി ഹൈഡ്രജൻ തന്നെയാണ്. ഓർഡിനറി ഹൈഡ്രജൻ ആണ് പ്രോട്ടിയം. പ്രോട്ടിയത്തിന് എന്താണ്? നോ ഇലക്ട്രോൺസ്, നോ ന്യൂട്രോൺസ്. ന്യൂട്രോൺസ് ഇല്ല. ദെൻ ഡ്യൂറ്റീരിയം എന്ന് പറയുന്നതാണ്. ഡ്യൂറ്റീരിയത്തിന്റെ അനദർ നെയിം ആണ് ഹെവി ഹൈഡ്രജൻ. ഹെവി ഹൈഡ്രജൻ എന്ന് നമ്മൾ പറയുന്നത് ഡ്യൂറ്റീരിയം ആണ്. ഡ്യൂറ്റീരിയത്തിന് എത്ര ന്യൂട്രോൺസ് ഉണ്ട്? ഓൺലി 1 ന്യൂട്രോൺ. നൗ ട്രീഷ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ് ട്രീഷ്യം. ട്രീഷ്യത്തിന് എത്ര ന്യൂട്രോൺസ് ആണുള്ളത്? 2 ന്യൂട്രോൺസ്. ഇറ്റ് ഹാസ് 2 ന്യൂട്രോൺസ് ഇൻ ദി ന്യൂക്ലിയസ്. അപ്പം പ്രോട്ടിയത്തിന് ന്യൂട്രോൺസ് ഇല്ല, ഡ്യൂറ്റീരിയത്തിന് 1 ന്യൂട്രോൺ, ട്രീഷ്യം 2 ന്യൂട്രോൺസ്. ഓക്കെ. നൗ ദീസ് ഐസോട്ടോപ്സ്. ഐസോട്ടോപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഐസോട്ടോപ്സ് അറ്റോമിക് നമ്പർ സെയിം ആണ്. അറ്റോമിക് നമ്പർ സെയിം എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് സെയിം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയതുകൊണ്ട് എന്തായിരിക്കും? കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ഈ ഐസോട്ടോപ്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതുപോലെ ഐസോട്ടോപ്സ് എന്ന് പറയുമ്പോൾ മാസ് ആണ് ഡിഫറെന്റ്, മാസ് നമ്പർ ആണ് ഡിഫറെന്റ്. അതുകൊണ്ട് എന്തായിരിക്കും? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇവരുടെ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഐസോട്ടോപ്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ബിക്കോസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് സെയിം. Then physical properties are different because mass is different. There is difference in mass, so physical properties are different. Okay, so next നമ്മൾ physical properties ആണ് പറയുന്നത്. physical properties നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു physical propertiesൽ ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താണ്? അറ്റോമിക് മാസ് ഡിഫറെന്റ് ആണ്. മാസിൽ ഡിഫറൻസ് വരുന്നതുകൊണ്ട് physical properties ഐസോട്ടോപ്സിന്റെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രീഷ്യം കോമ്പൗണ്ട്സ് ഐസോട്ടോപ്സ് കമ്പയർ ചെയ്യുമ്പോൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്, അറ്റോമിക് മാസ്, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി, അതുപോലെ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ദിസ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഇൻക്രീസസ് ഫ്രം പ്രോട്ടിയം ടു ട്രീഷ്യം. പ്രോട്ടിയം ടു ട്രീഷ്യത്തിലേക്ക് വരുമ്പോഴത്തേനും ട്രീഷ്യത്തിനായിരിക്കും എന്ത്? ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഹയർ ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് ഇൻ അറ്റോമിക് മാസ്. ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് ഇൻ അറ്റോമിക് മാസ്. നൗ മൂവിംഗ് ടു ദ ഡിഫറെന്റ് പ്രിപ്പറേഷൻസ് ഓഫ് എ ഡൈഹൈഡ്രജൻ. ദ ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ, അതായത് നമ്മൾ ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ് ആദ്യം പറയുന്നത്. ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ. ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് ഡൈഹൈഡ്രജൻ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം zinc with dilute hydrochloric acid. അതായത് reaction of zinc with dilute hydrochloric acid gives dihydrogen. So what is the equation? zinc plus H plus, that is acid, gives dihydrogen. So this is the first method of preparation of laboratory preparation of dihydrogen, that is zinc with dilute hydrochloric acid. Reaction of zinc with dilute hydrochloric acid gives
dihydrogen. Zinc plus valence ചെയ്യുമ്പോഴത്തേനും zinc plus HCl gives zinc chloride plus H2. Zinc plus HCl gives zinc chloride plus H2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. That is the first method. Now the second method of preparation, laboratory preparation of dihydrogen is by the reaction of zinc with aqueous alkali. Reaction of zinc with aqueous alkali gives dihydrogen. The reaction is zinc plus NaOH, alkali. Zinc plus NaOH gives Na2ZnO2, Na2ZnO2 plus H2. And this compound is called sodium zincate. Sodium zincate. So second method of preparation endana random zinc aanu, zinc vechana. So reaction of zinc with aqueous alkali gives dihydrogen. The reaction of zinc with the dilute hydrochloric acid gives dihydrogen. So this compound, ee compound inde peru orthirikkanam, sodium zincate aanu. Sodium zincate. Sodium zincate. Now moving to the commercial production of dihydrogen. Commercial production first one is electrolysis of acidified water using platinum electrode gives hydrogen. Electrolysis of acidified water. Electrolysis of acidified water with acidified water using platinum electrode. So what is the equation? H2O. Okay, acidified water എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഇവിടെ ഏതെങ്കിലും ആസിഡ്സ് യൂസ് ചെയ്യണം. ആസിഡ്. Electrolysis is the process. Electrolysis of acidified water. So water in presence of acid. എന്താണ് product? Water, hydrogen. Hydrogen preparation ആണല്ലോ പറയുന്നത്. So hydrogen plus oxygen. Hydrogen plus oxygen. So this is the equation. So commercial production of dihydrogen ഏതാണ് process എന്ന് പറയുന്നത്? Electrolysis of acidified water gives dihydrogen. Then another method of preparation, another commercial production method എന്ന് പറയുന്നത്, this dihydrogen, it can be obtained as a byproduct in the manufacture of sodium hydroxide and chlorine by the electrolysis of brine solution. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് ക്ലോറിൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ് ആണ്. മാനുഫാക്ചർ ചെയ്യുന്നത് ആക്ച്വലി എങ്ങനെയാണ്? ബൈ ദി ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ. അപ്പൊ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഡൈഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് അനദർ method of preparation of dihydrogen. Now this one is very important. A reaction of steam or hydrocarbon or coke at high temperature in the presence of catalyst yield dihydrogen. So reaction of steam on hydrocarbon. So we can write the equation as CnH2n+2. This is hydrocarbon. General equation ആണ് എഴുതുന്നത്. Hydrocarbon on reaction with the steam എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Steam. So water gives എന്താണ് product? What are the products? Carbon monoxide and hydrogen. Carbon monoxide, CnH2n+2 NH2O gives. The temperature higher ആയിരിക്കണം. So 1270 Kelvin ആണ് temperature. Nickel is used as a catalyst. Then CO molecule, carbon monoxide and hydrogen. Carbon monoxide C3n+1 hydrogen molecule. Hydrogen ആണ് കിട്ടുന്നത്. So hydrogen gas നമുക്ക് കിട്ടുന്ന another method of preparation ആണ് reaction of steam on hydrocarbon. For example, ഇവിടെ നമ്മൾ general equation ആണ് എഴുതിയിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ methane is a hydrocarbon. എന്താണ് പറഞ്ഞത്? Reaction of steam on hydrocarbon. So hydrocarbon സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേനും steam H2O, temperature high temperature ആയിരിക്കണം. So 1270 Kelvin. Now nickel is used as the catalyst. What are the products എന്ന് പറയുന്നത് എന്താണ്? Carbon monoxide and hydrogen. 3H2. So this is very important. Now what is this carbon monoxide and hydrogen mixture is called? That is water gas. Carbon monoxide, mixture of carbon monoxide and hydrogen. Mixture of carbon monoxide and hydrogen is called
water gas. Water gas. Okay. Now, water gas ne kurichu parayumbozhthekkum, water gas, it is also called synthesis gas or a syn gas ennu parayarundi. Synthesis gas or a syn gas. Karanam endana, this mixture, carbon monoxide plus H2, this particular mixture, it is used for the synthesis of many hydrocarbons. Synthesis of many hydrocarbons, then synthesis of methanol, etc. So this water gas, this carbon monoxide hydrogen mixture, this is also called syn gas. Syn gas or a synthesis gas. Syn gas or a synthesis gas. Now, the process of producing syn gas from coal, process of producing syn gas from coal is called coal gasification. Coal gasification. So what is coal gasification? Process of producing syn gas from coal. Process of producing syn gas from coal is called coal gasification. Now what is the equation? Carbon plus water gives carbon monoxide plus H2. So ഇതാണ് നമ്മുടെ water gas എന്ന് പറയുന്നത്, അല്ലെങ്കിൽ syn gas. അപ്പം syn gas എന്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? കോളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് syn gas from coal is called coal gasification. നമുക്ക് കാർബണിൽ നിന്ന് കോൾ, ഓക്കെ, C plus H2O 1270 കെൽവിന്റെ പ്രസൻസിലായ റിയാക്ഷൻ നടക്കത്തുള്ളൂ. സോ ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് syn gas from coal is called coal gasification. Now, നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ, നമ്മൾ ഡൈഹൈഡ്രജന്റെ പ്രൊഡക്ഷനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഡൈഹൈഡ്രജന്റെ പ്രൊഡക്ഷൻ നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും? The production of dihydrogen can be increased by reacting carbon monoxide of syn gas mixture with steam in presence of iron chromate as the catalyst. അതായത് നമ്മുടെ syn gas എന്ന് പറയുന്നത് എന്താണ്? കാർബൺ മോണോക്സൈഡ് പ്ലസ് H2, ഈ മിക്സർ ആണ് syn gas എന്ന് പറയുന്നത്. അപ്പൊ ഈ syn gasലെ കാർബൺ മോണോക്സൈഡിനെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? റിയാക്ഷൻ ഓഫ് ദിസ് കാർബൺ മോണോക്സൈഡ് വിത്ത് സ്റ്റീം. റിയാക്ഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ഓഫ് ദി syn gas with steam in presence of which catalyst? Iron chromate. In presence of iron chromate catalyst നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൈഹൈഡ്രജന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൈഹൈഡ്രജന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? syn ഗ്യാസിലെ കാർബൺ മോണോക്സൈഡും സ്റ്റീമുമായിട്ട് എന്തിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തിയാൽ മതി? അയൺ ക്രോമേറ്റ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തിയാൽ ഡൈഹൈഡ്രജന്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് പെർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. This particular reaction is called water gas shift reaction. So carbon monoxide of syn gas on reaction with the steam, that is water, in presence of catalyst. ഏതാണ് catalyst? Iron chromate. Iron chromate catalyst in the presence 673 Kelvin reaction നടത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രജന്റെ എമൗണ്ട്, increased production of hydrogen possible ആണ്. Increased production of hydrogen is possible, and this particular reaction is called water gas shift reaction. Water gas shift reaction. Now moving to the properties of dihydrogen. Different properties. Properties of dihydrogen. Chemical properties പറയുമ്പോൾ നമ്മുടെ ഡൈഹൈഡ്രജന്റെ പ്രോപ്പർട്ടീസിനെല്ലാം കാരണം എന്ന് പറയുന്നത് H ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപി. ഹൈഡ്രജൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹയസ്റ്റ്. ഹൈഡ്രജന്റെ കേസിലെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപി എന്ന് പറയുന്നത് ഹയർ ആണ്. സോ ദിസ് ഈസ് ദ റീസൺ ഫോർ മെനി ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ പ്രോപ്പർട്ടീസിനെല്ലാം കാരണം എന്താണ്? ഹൈഡ്രജന്റെ ഡിസോസിയേഷൻ എൻതാൽപി, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപി എന്ന് പറയുന്നത് ഹയർ ആണ്. H ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപി ഈസ് highest for a single bond between two atoms of any element. Okay, now പിന്നെ പറയുന്നത് നോക്കിയേ, എന്താണ് ഡൈഹൈഡ്രജന്റെ ഡിഫറെന്റ് റിയാക്ഷൻസ് ആണ് പറഞ്ഞത്. ഡൈഹൈഡ്രജൻ നോക്കിയേ, ലോസ് ഓഫ് ദി only one electron to give H+. അതായത് ഹൈഡ്രജന് എന്ത് സംഭവിക്കും? ഹൈഡ്രജന് ഇലക്ട്രോണിനെ കളയാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആകെ ഒരു ഇലക്ട്രോണേ ഹൈഡ്രജൻ ഉള്ളൂ.
ആ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഹൈഡ്രജൻ ഉണ്ട്. ആൻഡ് ഇറ്റ് ഫോംസ് H+ അയോൺ. H+ അയോൺസ് ഫോം ചെയ്യുകയും ചെയ്യും. HCl gives H+ Cl-. അതുപോലെ തന്നെ എന്ത് ടെൻഡൻസി ഉണ്ട്? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. It has a tendency to gain electron to form H-. H+ ഫോം ചെയ്യുന്ന പോലെ തന്നെ H- ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതായത് ഗെയിനിങ് പ്രോപ്പർട്ടി, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നുണ്ട്. സോഡിയം NaH gives Na+ H-. Now it also has a tendency sharing electrons to form single covalent bond. CH4 മീഥേന്റെ കേസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, sharing electrons to form a single covalent bond. Sharing electrons to form single covalent bond. Now these are the different chemical properties of a dihydrogen. Okay.